എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിയങ്കരയിൽ അഡ്മിഷൻ നേടൂ. SNM-IMTയിലെ കോഴ്സുകൾ: ബിടെക് പ്രോഗ്രാമിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, CSE ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, CSE സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഡിപ്ലോമ പ്രോഗ്രാമിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. 2002 സ്ഥാപിതമായ SNM-IMT അടുത്ത വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളുള്ള SNM-IMTയിലെ എല്ലാവരും ഒരുമിച്ച് ഈ സിൽവർ ജൂബിലി ആഘോഷം ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. നിരവധി വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ മികച്ച തൊഴിലവസരങ്ങൾ ലഭിച്ചിട്ടുള്ളതും ഇന്ന് അവർ വിവിധ മേഖലയിൽ ഉന്നത സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും സ്ഥാപനത്തിന്റെ അഭിമാന നേട്ടങ്ങളാണ്. SNM-IMTയുടെ പ്രത്യേകതകൾ: ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിയങ്കര. ചൈൽഡ് ഹെൽപ്പ് ലൈനും മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചൈൽഡ് ഹെൽപ്പ് ലൈനും മഹാത്മാ സ്നേഹ കൂട്ടായ്മയും സംയുക്തമായി പഠനോപകരണ വിതരണം നടത്തി. വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിന്റെ ഭാവി വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചിയിലാണ് പഠനോപകരണ വിതരണ പരിപാടി സംഘടിപ്പിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ ബാഗ്, നോട്ട്ബുക്കുകൾ എന്നിവ വിതരണം ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സമില്ലാതെ മുന്നോട്ട് പോകണമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച പരിപാടിയിൽ ഷമീർ വളവത്ത് അധ്യക്ഷത വഹിച്ചു. ഹൈബിയുടെ MP ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ പിന്തുണയോടെ വിജയകരമായി നടന്ന ചടങ്ങ് സാമ്പത്തിക പരിമിതികൾ ഒരു കുട്ടിയുടെയും വിദ്യാഭ്യാസത്തിന് തടസ്സമാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പാക്കിയത് െന്ന് സംഘാടകർ പറഞ്ഞു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. സിനിമാ താരം അഞ്ജന പുക്കുട്ടൻ, ഡോക്ടർ പ്രസന്നകുമാരി, അനൂസി കൊച്ചുകുഞ്ഞ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ സച്ചിൻ നായർ എന്നിവർ മുഖ്യാതിഥിയായി. അസീസ് ഇസാഖ് സെറ്റ് സ്വാഗതവും റഫീഖ് ഉസ്മാൻ സെറ്റ് നന്ദിയും പറഞ്ഞു. ഇതുവരെ നല്ല രീതിയിൽ കഴിയാൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് ഉണ്ടാകണം. എന്തായാലും ഈ വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഈ പരിപാടികൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഞാൻ നമ്മുടെ MBA സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. പഠനോപകരണ വിതരണ ചടങ്ങിൽ ഞാൻ സംബന്ധിക്കുന്നു. എല്ലാ വർഷവും വളരെ കൃത്യമായി മഹാത്മാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ, ശ്രീ ഷമീറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഷമീർ എന്തിനാണ് ഇത് ചെയ്യുന്നത്. അത് ഷമീർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അധികരിക്കാൻ ഒന്നും കടന്നു വന്നിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം എല്ലാ വർഷവും മറൈൻ ഡ്രൈവിൽ എക്സിബിഷനുകൾ നടത്താറുണ്ട്. മിക്കവാറും എല്ലാ എക്സിബിഷനും സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാകാറുള്ളതാണ് പറഞ്ഞത്. സാധാരണ ആളുകൾ നടത്തുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഷമീർ ഇത് നടത്തിക്കഴിഞ്ഞാൽ സാമ്പത്തികമായി വലിയ തകർച്ച ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തിൽ ഒരുതപ്പെട്ട പരിപാടിയൊക്കെ കമ്പനിക്ക് നഷ്ടമായി. പക്ഷേ ഷമീർ അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം നടത്തിയ ഒരുപാട് എന്തായാലും ഭയങ്കര സന്തോഷമായി. അതിന് ഷമീറൊക്കെയോട് അതിൻ്റെ താങ്ക്സ് പറയാണ്. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് എറണാകുളത്തിൽ തൊഴിലൊക്കെ അറിയുമ്പോൾ പായസക്കടയിൽ കയറി അവിടെ വെച്ചാൽ ഷമീറൊക്കെ പരിചയപ്പെട്ടു. അന്ന് പോലെ എൻ്റെ കൂടെ അങ്ങ് കൂടിയാണ്. എനിക്ക് വരാനും പറ്റുന്നത് എന്ത് ഫംഗ്ഷനാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ നോമ്പുകളൊക്കെ ആണെങ്കിൽ പോലും ഇപ്പം അടുത്ത് പെരുന്നാളുണ്ടായിരുന്നു. പെരുന്നാളിനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇപ്പം മറക്കാതെ എന്നെ വിളിക്കും. അതാണ്
ഏറ്റവും സന്തോഷം. എന്നെ വിളിക്കാതെ ഏതെങ്കിലും ഫംഗ്ഷൻ നടത്തി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാട്ടോ. എന്തായാലും മഹാത്മയ്ക്കും ഒരുപാട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്തു, ഒരുപാട് കല്യാണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ പുണ്യപ്രവർത്തിയാണ്. കാര്യം ഇന്നത്തെ കാലത്ത് സ്വർണ്ണത്തിന്റെ വിലയും ഒക്കെ കൂടി വരുന്ന സമയത്ത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.